പാച്ചു എന്നെ വികൃതി കാട്ടി എന്നെ നുള്ളുകയും പിച്ചുകയും ചെയ്തു. അവൻ എങ്ങനെയെങ്കിലും ഒരു പണി കൊടുക്കണം. വരട്ടെ, നോക്കാം. ചേട്ടാ, ദാ ഇത് കണ്ടോ, ഒരു കുടമണി. ഹായ്, എന്തു രസം. നോക്കട്ടെ. ഹായ്, ഇതെങ്ങനെ ഇവിടെ വന്നു? എന്തായാലും നിനക്ക് നിന്റെ സ്റ്റഡി ശേഖരണത്തിൽ സൂക്ഷിച്ചു വെക്കാം. അത് ശരിയാ, എനിക്കിഷ്ടമായി. വാ. പാപ്പിച്ചേട്ടാ, ഇത് ഇവിടെ ഇരിക്കട്ടെ. വെരി നൈസ്. ഓക്കേ, വാ, നമുക്ക് വല്ലതും കഴിക്കാം. കഴിക്കാം. എന്റെ ഇത്രയും കാലത്തെ പരിശ്രമം 90% വിജയിച്ചു. ഈ ഭൂമിയെ കയ്യിലൊതുക്കാൻ ഇനി 10% മാത്രം. കോസ്റ്റ്യം വാട്ടർ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ഭൂമിയിലെ ശുദ്ധജലം മുഴുവൻ ഞാൻ എന്റെ കോസ്റ്റ്യം വാട്ടർ വഴി വറ്റിച്ചെടുക്കും. ശുദ്ധജലത്തിന് വേണ്ടി ജനം എന്റെ അടുത്തേക്ക് തന്നെ വരും. ഞാനായിരിക്കും ജലത്തിന്റെ അധിപൻ. എല്ലാവരും കണ്ടല്ലോ ഞാൻ ബോർഡിൽ എഴുതിയത്. ഇത് മുഴുവൻ എഴുതിയിട്ട് നാളെ വരുമ്പോൾ എന്നെ കാണിക്കണം. ശരി. Poppy, why are you crying? പാച്ചു, ഞാൻ എഴുതിയതെല്ലാം മഷി ചീറ്റിച്ച് നശിപ്പിച്ചു മാഡം. മോളെ, അവന്റെ അച്ഛൻ മന്ത്രിയല്ലേ? അവന്റെ അച്ഛൻ്റെതാണ് ഈ സ്കൂള്. അവനെ ഞാൻ വല്ലതും ചെയ്താൽ എന്റെ പണി തന്നെ പോകും. പ്ലീസ് ഡോണ്ട് ക്രൈ. അവനോട് തൽക്കാലം ക്ഷമിച്ചേ പറ്റൂ. പ്ലീസ് പോയിരുന്നോളൂ. ഗോ ടു യുവർ ക്ലാസ്. Oh no, it's too late. It's time for the bell. പാച്ചു ഇന്നും എന്റെ നോട്ട്ബുക്കിൽ മഷി ഒഴിച്ച് നാശാക്കി. മാഡത്തിനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അവരുടെയല്ലേ സ്കൂൾ. എനിക്ക് വേറെ സ്കൂളിൽ പോയാൽ മതി. എനിക്ക് മടുത്തു. എല്ലാത്തിനും ഒരു വഴിയുണ്ടാവും പോപ്പി. നമുക്ക് കാത്തിരിക്കാം.
ഇന്നെന്താ പോപ്പി ഇന്നേരത്തൊരു വരാ? എന്റെ ഈശ്വരാ, സമയം എത്രയെന്ന് ഒരു ഓർമ്മയില്ല നിനക്ക്? എനിക്കറിയില്ല, ഞാൻ ഇവിടെ വന്നതും വരയ്ക്കുന്നതും എനിക്ക് തന്നെ അറിയുന്നില്ല. പക്ഷേ എന്റെ കൈ താനെ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നു. എന്തൊരു അത്ഭുതമായത്! ഹേ, നല്ല രസമുണ്ട്. ഇതിന് നമുക്ക് ചുവന്ന നിറം കൊടുത്താലോ പോപ്പി? ഇതെങ്ങനെയാണ് ചുവന്ന നിറം കൊടുക്കുമ്പോൾ നീല നിറം ഉണ്ടാവുന്നത്? ഇറ്റ്സ് വണ്ടർഫുൾ. അയ്യോ, എനിക്ക് പേടി തോന്നുന്നു. താനെ കണ്ണു തുറക്കുന്നല്ലോ. ഇതിന് ജീവനുണ്ടോ? എനിക്ക് എന്തോ പോലെ ഭയം തോന്നുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമുക്ക് കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യാം. അയ്യോ, ഓഫ് ചെയ്യരുത്. നിങ്ങൾ പേടിക്കുകയും അരുത്. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ്. കൂട്ടുകാരനോ? എന്താ നിന്റെ പേര്? കുട്ടിച്ചാത്തൻ. കുട്ടിച്ചാത്തനോ? അതെ, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല. പറയാം, നിങ്ങൾക്ക് എന്നെ രക്ഷപ്പെടുത്താൻ പറ്റൂ. പ്ലീസ് എന്നെ സഹായിക്കുമോ? ഈ കമ്പ്യൂട്ടറിൽ നിന്നും പുറത്തു കടക്കാൻ സഹായിച്ചാൽ നീ ഞങ്ങൾക്ക് എന്ത് തരും? നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് ഞാൻ നടത്തി തരും. ഓക്കേ? എന്നാൽ ഞാൻ പറയുന്നത് നീ ഇപ്പോൾ നടത്തിക്കാട്ടാമോ? സോറി, ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം ഇതിന് പുറത്തു കടക്കണം. ഇപ്പോൾ എനിക്ക് ഒരു ശക്തിയുമില്ല. വേഗം പറയൂ. അതിനെന്താണ് ചെയ്യേണ്ടത്? ഇന്നലെ പോപ്പിക്ക് ഒരു കുടമണി കളഞ്ഞു കിട്ടിയത് ഓർക്കുന്നുണ്ടോ? അതെ, അത് ഞാൻ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതെ, ആ മണി കിട്ടിയത് പ്രൊഫസർ ബഗ്ഗയുടെ ഗേറ്റിന് വെളിയിൽ നിന്നല്ലേ? ബഗ്ഗയുടെ കയ്യിലായിരുന്നു ആ മണി. എന്നെ ദുഷ്ടമാർഗത്തിന് ഉപയോഗിച്ച് പ്രൊഫസർ ബഗ്ഗ തന്റെ കണ്ടുപിടുത്തങ്ങളെ ഈ ഭൂമിയെ തകർക്കാൻ ഉപയോഗിക്കുകയാണ്. ഓ മൈ ഗോഡ്, ഈസ് ഇറ്റ് ട്രൂ? തീർച്ചയായും. അയാൾ എന്റെ മുഴുവൻ ജീവനും കുടികൊള്ളുന്ന ആ മണി ഞാനുള്ള കാവിൽ നിന്നും മോഷ്ടിച്ചു വന്നതാണ്. ഇതറിയാവുന്ന ഞാൻ വളരെ പണിപ്പെട്ടാണ് കാറിൽ നിന്നും പുറത്തു ചാടിയത്. പക്ഷേ ചാടിയപ്പോൾ എനിക്ക് പകുതി മാത്രമേ ചാടാൻ കഴിഞ്ഞുള്ളൂ. എന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാ ഞാൻ നിങ്ങളുടെ അടുത്തെത്തിയത്. പകുതി മാത്രമോ? അതെ, ആ കുടമണിക്കുള്ളിൽ ഒരു മുത്തുണ്ട്. ആ മുത്തിലാണ് എന്റെ പകുതി ജീവൻ. പകുതി ജീവൻ കുടമണിയിലും. കുടമണി ഇവിടെ ആയതുകൊണ്ടാണ് എനിക്ക് ഈ കമ്പ്യൂട്ടറിൽ കൂടി പ്രതികരിക്കാനാവുന്നത്. അപ്പോൾ നിനക്ക് മുഴുവനായും പുറത്തു കടക്കാൻ പറ്റില്ലേ? ശോ, കഷ്ടം. അതിനാണ് എനിക്ക് നിങ്ങളുടെ സഹായം വേണ്ടത്. പ്രൊഫസർ ബഗ്ഗയുടെ കൈവശമുള്ള ആ മുത്ത് നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കൊണ്ടുവന്ന് ഈ കുടമണിയിലിട്ടാൽ എനിക്കെന്റെ മുഴുവൻ ജീവനും തിരിച്ചു കിട്ടുകയും ഈ കമ്പ്യൂട്ടറിൽ നിന്നും പുറത്തു കടക്കുവാനും കഴിയും. എന്നെ കീഴ്പ്പെടുത്തി ഭൂമിയെ കൊല്ലാൻ നോക്കുന്ന ആ പ്രൊഫസർ ബഗ്ഗയെ ഒരു പാഠം പഠിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ആ മുത്ത് എവിടെയാണെന്ന് പറഞ്ഞു തരൂ. ഞങ്ങൾ പോയി അത് എടുത്തുകൊണ്ട് വരാം. എന്താ ചാത്ത വല്ലാതിരിക്കുന്നേ? ആ മുത്ത് ബഗ്ഗയുടെ കൈവശമാണ്. പക്ഷേ അതെവിടെയാണെന്ന് എനിക്കറിയില്ല. അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. എന്തും സംഭവിച്ചേക്കാം. അയാൾ ഒന്നിനും മടിക്കാത്തവനാണ്. നീ വിഷമിക്കേണ്ട ചാത്ത. ആ മുത്ത് എങ്ങനെയെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. എന്നിട്ട് വേണം ആ പാച്ചുവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ. അത് കഴിഞ്ഞ് പ്രൊഫസർ ബഗ്ഗയെ നേരിടുകയുള്ളൂ. നിങ്ങളുടെ ഇഷ്ടം പോലെ. അതുവരെ എന്നെ ഈ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തു വെച്ചോളൂ. ഓക്കേ, ഗുഡ് ബൈ കുട്ടിച്ചാത്ത. ഗുഡ് ബൈ. പാപ്പിച്ചേട്ടൻ ഇതുവരെ എണീറ്റിട്ടില്ലേ? പാപ്പിച്ചേട്ടാ, എണീക്ക്. ഇന്ന് സൺഡേ ആണ്. നമുക്ക് കുട്ടിച്ചാത്തന്റെ മുത്ത് കണ്ടുപിടിക്കണ്ടേ? ശരിയാ, ഞാൻ നല്ലോണം ഉറങ്ങിപ്പോയി. വേഗം റെഡി ആയിക്കോ.